ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ ബാബുൽ അവ്വലു ഫി അൽഖാബി സിഹാഫി വൽ ഇലലി. ഇല്ലത്തുകളുടെയും സിഹാഫിൻ്റെയും പേരുകൾ എന്തെല്ലാം എന്നാണ് നമ്മൾ പഠിക്കുന്ന അറൂലയിലെ ആദ്യത്തെ ബാബ്. അപ്പോൾ മുഖദ്ദിമ അവിടെ കഴിഞ്ഞു. ഇനി ആദ്യത്തെ ബാബാണ് അത് സിഹാഫിൻ്റെയും ഇല്ലത്തിൻ്റെയും പേരുകൾ എന്തൊക്കെയാണ്. അപ്പോൾ ആദ്യം സിഹാഫ് എന്താ എന്ന് മനസ്സിലാകണം. അപ്പോൾ സിഹാഫു തഗീറുൻ മുഖ്തസുൻ ബി സവാനിൽ അസ്ബാബി, സബബുകളുടെ രണ്ടാമത്തേതുമായി പ്രത്യേകമാക്കപ്പെട്ടിട്ടുള്ള മാറ്റമാണ്. അപ്പോൾ സബബ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു, രണ്ടായിട്ടാണ്. സബബ് ഹഫീഫ്, അതേമാതിരി തന്നെ സബബ് സഖീലും, അങ്ങനെ രണ്ടെണ്ണം. സബബ് ഹഫീഫ് എന്ന് പറഞ്ഞാൽ ആദ്യം മുതഹരിക്കും ബാദഹു സാക്കിനുൻ, അത് സബബ് ഹഫീഫ്. പിന്നെ സബബ് സക്കീൽ പറഞ്ഞാൽ മുതഹരിക്കാനി, അല്ലേ? രണ്ട് ഹർഫുകളാണ്, രണ്ടും ഹർക്കത്തുള്ള ഹർഫുകളാണ് സബബ് സക്കീൽ. ഏതായാലും രണ്ടിലും രണ്ടെണ്ണം ഉണ്ടാവുള്ളൂ. ഇനി മുത്തലക നിരുപാധികം എന്ന് പറഞ്ഞാൽ എൻ്റെ അടിയിൽ നിങ്ങൾക്ക് കാണാം, അത് റൂലിലാകട്ടെ, അതേമാതിരി റൂലിലായാലും നൊർബിലായാലും അതുപോലെ തന്നെ അത് അസവാവും കാനത്ത് ഹഫീഫത്തൻ ഔ സക്കീലത്തൻ, ഹഫീഫായാലും സക്കീലത്തൻ. അതേമാതിരി തന്നെ ഫി ഹസ്വിൽ എന്ന് പറഞ്ഞാൽ ഈ അറൂലും നൊർബും അല്ലാത്ത ഭാഗം. അപ്പോൾ അറൂൽ എന്താണെന്ന് നൊർബ് എന്താണെന്ന് നമുക്ക് ഇനി പഠിക്കണം. അപ്പോൾ ഒരു ബൈത്തെടുത്ത് നോക്കാം, അതിൻ്റെ അറൂലും നൊർബും എന്താണെന്ന് നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ. അറൂൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ബൈത്തിൻ്റെ ആദ്യത്തെ മിസ്റൈൻ്റെ അവസാനത്തെ ഭാഗം. ലൊർബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ രണ്ടാമത്തെ ഭാഗം. അപ്പോൾ ഉദാഹരണത്തിന് ഈ ബൈത്തെടുത്ത് നോക്കാം. ഇതിൻ്റെ അറൂൽ എന്ന് പറഞ്ഞാൽ ഈ ഭാഗമാണ്, ലൊർബ് എന്ന് പറഞ്ഞാൽ ഇതല്ലാത്ത ഭാഗത്തിനാണ് എന്ത്, ഇവിടുത്തെ ഈ ഭാഗവും ഇവിടെയുള്ള ഈ ഭാഗമാണ് എന്ത്, ലൊർബ് ഹസ്വ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇനിയൊക്കെ പഠിക്കാനുള്ളതാണ്. അപ്പോൾ എവിടെ ആയാലും ഈ ഒരു മാറ്റത്തിനാണ് എന്ത്, സിഹാഫ് എന്ന് പറയാം. അപ്പോൾ മനസ്സിലാക്കണം, ഇത് എന്തിന് മാത്രമേ വരുള്ളൂ, സബബിൽ മാത്രമേ വരുള്ളൂ. അപ്പോൾ വത്തീദിൽ മജ്മൂ ആയാലും അതേമാതിരി തന്നെ ഇത് മഫ്റൂഖായാലും ഏതായാലും അതിലൊന്നും എന്ത് വരില്ല, ഈ ഒരു സിഹാഫ് വരില്ല. അതേമാതിരി തന്നെ ബിലാ ലുസൂമി, അതിൻ്റെ വേറെ പ്രത്യേകത എന്ത്, അത് നിർബന്ധമില്ല. അതായത് ഒരു ബൈത്തിൽ സിഹാഫ് വന്ന് വെച്ചിട്ട് മറ്റുള്ള ബാക്കിയുള്ള എല്ലാ ബൈത്തിലും സിഹാഫ് വരേണ്ട നിർബന്ധം ഇല്ല. അപ്പോൾ വലാ യദ്ഖുലുൽ അവ്വല വസ്സാലിസ വസ്സാദിസ മിനൽ ജുസ്ഇ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒന്നാമത്തെ ജുസ്ഇൻ്റെ ഒന്നാമത്തെ ഹർഫിനോട് ഇത് വരൂല, കാരണം സവാനിൽ അസ്ബാബ് അല്ല, രണ്ടാമത്തേലേ വരുള്ളൂ. അതുപോലെ തന്നെ മൂന്നാമത്തേലും വരില്ല, ആറാമത്തേൽ വരില്ല എന്ന് പറയാൻ കാരണം ചിലപ്പോൾ അഞ്ചാമത്തത് വരാൻ സാധ്യതയുണ്ട്. കാരണം ആദ്യം ഒരു ജുസിൻ്റെ ആദ്യത്തത് വത്തീദ് മജ്മൂ ആണ്, പിന്നത്തത് സബബ് സക്കീലോ ഹഫീഫ ആണെന്നുണ്ടെങ്കിൽ അതിൽ അഞ്ചാമത്തെ ഭാഗമാകും എന്ത്, സവാനിൽ അസ്ബാബായിട്ട് വരിക. പക്ഷെ ആറാമത്തെ ഒരിക്കലും വരില്ല. കാരണം എന്തെന്ന് വെച്ചാൽ മൂന്ന് സബബുകൾ ഒന്നിച്ച് ഒരിക്കലും വരില്ല ഒരു ജുസിൽ. അത് നമ്മൾ മുമ്പത്തെ ഇതിൽ പഠിച്ചിട്ടുണ്ടാകും. ഇതിൽ എന്താ, അപ്പോൾ ഇതിൽ ഫഊലുൻ, ഇതിലിപ്പോൾ ഉല്ലുൻ എന്നുള്ളത് അഞ്ചാമത്തതാണ്. അതാണ് എന്ത്, അതിൽ ചിലപ്പോൾ സിയാഫ് വരാം. ഇല്ലുൻ എന്നുള്ളത് നൂനിൽ അത് അഞ്ചാമത്തതാണ്. പക്ഷേ ലുൻ എന്നുള്ളത് വെച്ച് നോക്കുമ്പോൾ എന്താണ്, സബബ് ഹഫീഫാണ്, അതിൽ രണ്ടാമത്തേലാണ് ഈ മാറ്റം വരുന്നത്. അപ്പോൾ അഞ്ചാമത്തേൽ വരാം, പക്ഷെ ആറാമത്തെ ഒരിക്കലും ഇതിലുള്ള നോക്കൂ ഇതിലൊന്നും ആറാമത്തതായിട്ട് വരുന്നില്ല. കാരണം എന്താ വെച്ചാൽ എങ്ങനെയായാലും മൂന്ന് സബബുകൾ അടുപ്പിച്ച് വരില്ല. ആദ്യം ഒരു സബബ് ഹഫീഫ് വരും, പിന്നെ ഒരു സബബ് സക്കീല, പിന്നെ ഒരു വത്തീദ് മജ്മൂ വരും, പിന്നെ ഒരു സബബ് സക്കീലോ ഹഫീഫോ വരും, അല്ലെങ്കിൽ രണ്ട് സബബ് ഹഫീഫ് അടുപ്പിച്ച് വരും. ഇപ്പോൾ മുസ്തഫ് രണ്ട് സബബ് ഹഫീഫ് അടുപ്പിച്ച് വന്നു, പിന്നെ ഇലു എന്നാണ് വരുന്നത്, പിന്നെ വത്തീദ് മജ്മൂ ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുള്ളൂ. അപ്പോൾ അപ്പോൾ ഇതിലിപ്പോൾ ഇതിൽ നാലാമത്തത് ആകാം, അതേപോലെ തന്നെ രണ്ടാമത്തതാകാം, എവിടെയൊക്കെ മാറ്റങ്ങൾ വരാം എന്നർത്ഥം. അപ്പോൾ സിഹാഫിൽ സബബുകളുടെ രണ്ടാമത്തതുമായി ബന്ധപ്പെട്ടിട്ടേ മാത്രമേ സിഹാഫ് വരുള്ളൂ, മാറ്റങ്ങൾ വരുള്ളൂ. അത് ചെറിയ ചെറിയ മാറ്റങ്ങൾ, ചിലപ്പോൾ അത് കളയലാകും, ചിലപ്പോൾ അതിൻ്റെ സുക്കൂന് ഫത്ത് ആക്കലാകും, ചിലപ്പോൾ അതിൻ്റെ ഫത്ത് സുക്കൂനാക്കലാകും. അങ്ങനെ പല ഐറ്റം മാറ്റങ്ങളുണ്ട്. അപ്പോൾ എല്ലാ തരം മാറ്റങ്ങൾക്കുമാണ് പൊതുവേ ഉള്ള പേരാണ് സിഹാഫ്.
അപ്പോൾ ഏതൊക്കെ പ്രവേശിക്കൂല എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഫൽ മുഫ്രദു സമാനിയത്തുൻ, ഇതിൽ മുഫ്രദ് എന്നും അതേമാതിരി തന്നെ മസ്ദൂജ് എന്നും നമ്മൾ രണ്ടിനാക്കിയിട്ട് നമ്മളിതിനെ വേർതിരിക്കുന്നുണ്ട്. അപ്പോൾ മുഫ്രദ് എന്ന് പറഞ്ഞാൽ ആകെ ഒരു മാറ്റമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിങ്ങനത്തെ രണ്ട് മാറ്റങ്ങൾ കൂടിയതാവും മുറക്കബ്. ഉദാഹരണത്തിന് നോക്കി, ഇപ്പൊ ഹബ്ന് എന്ന് പറഞ്ഞാൽ അൽ ഹബ്നു ഹൽഫു സാനിൽ ജുസ്ഇ സാക്കിനൻ, രണ്ടാമത്തെ സുക്കൂനുള്ള ജുസ്ഇനെ കളയലാണ്. പിന്നെ ഇൽമാർ എന്ന് പറഞ്ഞാൽ അത് മുത്തഹരിക്കാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഇസ്കാനു പറഞ്ഞാൽ സാനിൽ ജുസ്, ഒരു ജുസിലുള്ള ജുസ് എന്ന് പറഞ്ഞപ്പോൾ നേരത്തെ നമ്മൾ മുമ്പ് പറഞ്ഞു ആ ജുസാകളെ, അതിലുള്ള രണ്ടാമത്തേന് ഫത്ത് ആണെന്നുണ്ടെങ്കിൽ അതിനെ ഫത്ത് അല്ല ഹർക്കത്താണെങ്കിൽ അതിനെ സുക്കൂനാക്കലാണ്. അപ്പോൾ അതിനുള്ള ഉദാഹരണങ്ങൾ ഈ പട്ടികയിൽ നമുക്ക് നോക്കാം. ഇതാ, അപ്പോൾ ഒന്നാമത്തെ അൽ ഹബ്നു ഹൽഫു സാനി സാക്കിനി, രണ്ടാമത്തെ സുക്കൂനുള്ളതിനെ കളയാണ്. മുസ്തഫ്ഇലുൻ എന്നുള്ളിടത്ത് രണ്ടാമത്തെ സാക്കിനെ കളഞ്ഞാൽ മുത്തഫ്ഇലുൻ എന്നാകും അല്ലേ. അപ്പോൾ അതിന് പറ്റിയ പിന്നെന്താണ് മാ യുക്കാബിലു ആ മിന തഫായിലിൽ മുസ്തമല, പിന്നെ നമ്മൾ ഉപയോഗിക്കപ്പെടുന്ന അതിന് മുമ്പ് മുത്തഫ്ഇലുൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കാത്തതാണല്ലോ, ഉപയോഗിക്കുന്നതിൽ അതിനോട് യോജിച്ച ഏതാണ് മഫാ ഇലുൻ എന്നുള്ളതാണ്. അപ്പോൾ അത് ഇട്ട് കൊടുക്കും. അതേമാതിരി തന്നെ ഫ ഇലുൻ, അത് രണ്ടാമത്തേനെ കളഞ്ഞാൽ ഫ ഇലുൻ എന്നാകും. അപ്പോൾ അത് പിന്നെ ഫ ഇലുൻ നമ്മൾ ഉപയോഗിക്കണോണ്ട് അത് തന്നെ മതി. ഈ മഫ്ഊലാത്തു എന്നുള്ളിടത്ത് രണ്ടാമത്തെ കളഞ്ഞാൽ മഊലാത്തു നമ്മൾ ഉപയോഗിക്കൂല, അതിന് പകരം മഫായിലു. പിന്നെ ഫഇലാത്തുൻ എന്നുള്ളതിന് പകരം അതിൻ്റെ രണ്ടാമത്തേനെ കളഞ്ഞാൽ ഫഇലാത്തുൻ, അത് നമ്മൾ ഉപയോഗിക്കണതാണ്, അപ്പോൾ അത് തന്നെ മതി. അപ്പോൾ ഞാൻ ഇൽമാർ പറഞ്ഞാൽ ഇസ്കാനു സാനിൽ മുത്തഹരിക്ക്, രണ്ടാമത്തെ മുത്തഹരിക്കാണെന്ന് സുക്കൂനിട്ട് കൊടുക്കുക. മുത്തഫായിലു എന്നുള്ളത് മുസ്ഫായിലുൻ, അത് മുസ്തഫ്ഇലുൻ. പിന്നെ ഈ ഉദാഹരണം പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കുക, ഇത് മാത്രമേ ഇങ്ങനെ എന്ത് വരുള്ളൂ, മാറ്റങ്ങൾ വരുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി അടുത്തത് ഇൽമാർ കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് പറയണത് വഖസ് ഹൽഫുഹു മുത്തഹരിക്കൻ, അത് മുത്തഹരിക്കാവുന്ന സമയത്ത് ഹൽഫ് പറഞ്ഞ രണ്ടാമത്തെ മുത്തഹരിക്കാകുമ്പോൾ അത് കളയാം. സുക്കൂനാകുമ്പോൾ കളയണതിന് ഹബിന് എന്ന് പറയും. അതുപോലെ തന്നെ മുത്തഹരിക്കാവുമ്പോൾ കളയണതിന് വഖസ് എന്നും പറയാം. തൊയ്യ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലാമത്തെ മേലെ പിടിക്കണം. ഇതുവരെ രണ്ടാമത്തെ മേലെ കളി, നാലാമത്തത് സുക്കൂനാകുമ്പോൾ അതിനെ കളയുക. കബുൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അഞ്ചാമത്തേനെ കളയുക. അസ്ബ് എന്ന് പറഞ്ഞാൽ അഞ്ചാമത്തേന് സുക്കൂൻ ഇട്ട് കൊടുക്കുക. അക്കിൽ എന്ന് പറഞ്ഞാൽ അഞ്ചാമത്തെ മുത്താരിക്കാണെന്നുണ്ടെങ്കിൽ അതിനെ കളയുക. പിന്നെ കഫ് എന്ന് പറഞ്ഞാൽ ഏഴാമത്തത് സുക്കൂനാണെന്നുണ്ടെങ്കിൽ അതിനെ കളയുക. അപ്പോൾ നമ്മൾ പറഞ്ഞതിലിപ്പോൾ നാലാമത്തതും അല്ല മൂന്നാമത്തതും ആറാമത്തതും ഒന്നാമത്തതും ആയിട്ട് ആരും വരുന്നില്ല, അതിൽ വരില്ല. അതിന് അൽഫ് അതിന് സിയാഫ് എന്ന് പറയൂല. ഈ മസ്ദൂജ് പറഞ്ഞാൽ മുറക്കബായ രണ്ടെണ്ണം കൂടി കൂടിയത്, അതായത് ഇപ്പോൾ തൊയ്യ് പറഞ്ഞാൽ നാലാമത്തേനെ കളയലാണ്. പിന്നെ ഹബിന് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തേനെ കളയലാണ്. അപ്പോൾ നാലാമത്തോ രണ്ടാമത്തവും കൂടി കളയണതിനാണ് എന്ത് പറയുക, ഹബുല്. അതാണ് തൊയ്യു മാൽ ഹബിനി ഹബുലുൻ. അതുപോലെ തന്നെ വഹുവ മാൽ ഇൽമാരി ഹസുലുൻ. അപ്പോൾ വഹുവ പറഞ്ഞാൽ തൊയ്യ് എന്ന് പറഞ്ഞാൽ നാലാമത്തേനെ കളി. അപ്പോൾ നാലാമത്തേനും അതേമാതിരി തന്നെ നാലാമത്തേനെ കളയുകയും ഇൽമാർ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തേനെ സുക്കൂനാക്കി കൊടുക്കുക. അപ്പം നാലാമത്തേനെ കളയുകയും രണ്ടാമത്തേനെ സുക്കൂനാക്കുകയും ചെയ്താൽ അതിനെ ഹസ്ലി എന്ന് പറയും. അതുമാതിരി തന്നെ കഫ് എന്ന് പറഞ്ഞാൽ കഫ് എന്ന് പറഞ്ഞാൽ കഫും ഹബനും കൂടിയാൽ, കഫ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു എന്താ ഏഴാമത്തേനെ കളയുക, ഏഴാമത്തതും കളയുക. അതേമാതിരി തന്നെ രണ്ടാമത്തേനും കളഞ്ഞാൽ അതിന് ഷെക്കിൽ എന്ന് പറയും. അപ്പോൾ രണ്ട് കളയിൽ അതിൽ വരും. അതേമാതിരി തന്നെ ഓവ മഅൽ അസ്ബി നഖസുൻ, അതേമാതിരി തന്നെ അത് അസ്ബോട് കൂടെ എന്ന് പറഞ്ഞാൽ പോട് പറഞ്ഞ അസ്ബ്, അതായത് കഫ് എന്ന് പറഞ്ഞാൽ ഏഴാമത്തേനും കളഞ്ഞ് അതുപോലെ തന്നെ അഞ്ചാമത്തേന് സുക്കൂൻ ഇടുന്നതിനാണ് അസ്ബ് എന്ന് പറയാം. അപ്പോൾ അത് രണ്ടും കൂടി ഉണ്ടെങ്കിൽ അതിന് നഖസ് എന്ന് പറയും. ഇത് നമ്മൾ ഇനി ഉദാഹരണ സഹിതം നോക്കാം. ഇലലുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇൽമാർ വരെ പറഞ്ഞു കഴിഞ്ഞു. ഇനി വക്കസ് പറഞ്ഞാൽ രണ്ടാമത്തേനെ കളയാവും. മുത്തഫായിലും എന്നുള്ളത് മുഫായിലും, രണ്ടാമത്തേനെ കളയണ്ടേ, അപ്പോൾ അതിന് യോജിച്ചത് മഫായിലുൻ. അതേമാതിരി തന്നെ തൊയ്യ് എന്ന് പറഞ്ഞാൽ റാബിയ, നാലാമത്തേനെ കളയണം. അപ്പോൾ അതിൽ മുസ്തഫ് എന്നുള്ളിടത്ത് ഫ എന്നുള്ളതിനെ കളയാം. അപ്പോൾ എന്താവും, മുസ്തൈലുൻ എന്നാകും. അതിനോട് യോജിച്ചത് മുഫ്തൈലുൻ അല്ലേ. അതുമാതിരി തന്നെ മുത്തഫായിലും എന്നുള്ള നാലാമത്തേനെ കളഞ്ഞാൽ അലിഫിനെ കളയേണ്ടി വരും. അപ്പോൾ മുത്തഫൈലും എന്നാകും. അതിനോട് യോജിച്ചത് മുഫ്തൈലും എന്നാണ്. അതുപോലെ മഫൂലാത്തൂത്തെ
വാവിനെ കളയേണ്ടി വരും. അപ്പോൾ മഫ്ഊലാത്തു എന്നാകും. അപ്പോൾ അതിനോട് ചോദിച്ചത് ഫായിലാത്തു എന്നുള്ളതാണ്. ഇനി കബുൽ എന്ന് പറഞ്ഞാൽ അഞ്ചാമത്തേനെ കളയലാണ്. അതിനോട് ചോദിച്ചത് അത് ചോദിച്ചല്ല ഫഊലുൻ, അതേമാതിരി തന്നെ മഫായിൽ, ഈ രണ്ടെണ്ണത്തിലെ ഈ കബുൽ വരുന്നുള്ളൂ. അപ്പോൾ അഞ്ചാമത്തേനെ കളഞ്ഞു നോക്കിയാണെങ്കിൽ ആ നൂനെ കളയേണ്ടി വരും. നൂനെ കളഞ്ഞാൽ ഫഊലു മഫായിലു എന്നാകും. മഫായിലു എന്നുള്ളിടത്തുള്ള യായിനാണ് ഇവിടെ കളിയ, സോറി. അപ്പോൾ ഈ എന്നുള്ളിടത്ത് യാ ആണല്ലോ. അപ്പോൾ ആ മഫായിലു എന്നാകും ഇവിടെ. അതിനോട് ചോദിച്ചാൽ മഫായിലു തന്നെ, അവിടെ ഫഊലു രണ്ടും ഉപയോഗിക്കുന്നതാണ്. ഇനി അടുത്ത അസ്ബ്. അസ്ബ് എന്ന് പറഞ്ഞാൽ അഞ്ചാമത്തേനെ സുക്കൂൻ കൊടുക്കലാണ്. അപ്പം മുഫാഅലത്തുൻ എന്നുള്ളിടത്ത് അഞ്ചാമത്തേനെ സുക്കൂൻ കൊടുത്താൽ മുഫാഅൽത്തുൻ ആകും. അതിനോട് ചോദിച്ചത് മഫായിലു എന്നാണ്. അതുമാതിരി തന്നെ അഞ്ചാമത്തേന് ഹർഫ് കളീനെയാണ് അക്കിൽ എന്ന് പറയുക. അപ്പോൾ മുഫാഅലത്തു എന്നുള്ള അഞ്ചാമത്തേത്തെ ലാമിനെ കളഞ്ഞാൽ മുഫാഅത്തുൻ ആകും. അതിനോട് ചോദിച്ചത് മഫായിലുൻ എന്നുള്ളതാണ്. അതുപോലെ കഫ് എന്ന് പറഞ്ഞാൽ ഏഴാമത്തേനെ കളയലാണ്. അപ്പോൾ ഇവിടെയുള്ള ഏഴാമത്തത് നൂനാണ്. അപ്പോൾ ഇവിടെ നൂനെ കളഞ്ഞു, അതിനോട് നൂനെ കളഞ്ഞ അങ്ങനെ തന്നെയാണ്. ഇവിടെയും നൂനെ കളഞ്ഞു, ഇവിടെയും മാറ്റങ്ങളൊന്നുമില്ല. ഫായിലാത്തിൻ്റെ നൂനെ കളഞ്ഞാൽ അതൊക്കെ അത് ഉപയോഗിക്കുന്ന വസനുകളാണ്. ഫായിലിൻ്റെ നൂനുകൾ ഇതിലൊന്നും മാറ്റങ്ങളില്ല. കാരണം അതെല്ലാം നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉപയോഗിക്കുന്ന വസനുകളാണ്, തഫായിലുകളാണ്. ഇവിടെ സ്റ്റാർ ഇട്ടങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് മുഫ്തഇലുൻ എന്നുള്ളിടത്തത് അവിടെ ഇൽമാറും കൂടി വേണം, എന്നാലേ തൊയ്യ് മാത്രം വരലില്ല, ഇൽമാറും കൂടി വേണം. പിന്നെ അതേപോലെ തന്നെ രണ്ട് സ്റ്റാർ ഇട്ട് അവിടെ കബുലിനെ കാണാം. അത് കാനൽ കിയാസ് ദുഹൂലുൽ കബുൽ ഫി ഫാഇലാത്തുൻ ലാക്കിന്നഹു ലം നരീദ്. കബുൽ സാധാരണ ഫാഇലാത്ത് എന്നുള്ള വസനിൽ വരേണ്ടതായിരുന്നു, പക്ഷെ ഇതുവരെ അങ്ങനെ ആരും ചെയ്തിട്ടില്ല. അപ്പോൾ അതങ്ങനെ വന്നിട്ടില്ല. ഇനി അടുത്ത സിഹാഫ് മുറക്കബ്, രണ്ടെണ്ണം കൂടിയത്. ഇപ്പം ഹബനും അതേമാതിരി തന്നെ തൊയ്യും കൂടി. അപ്പോൾ രണ്ടാമത്തേനും കളയണം, നാലാമത്തേനും കളയണം. അപ്പം മുസ്തഫിലും എന്നുള്ളത് സീനും കളയണം, അതേമാതിരി തന്നെ ഫായിനും കളയണം. അപ്പം മുത്തയിലും എന്നാവും. അതിനോട് ചോദിച്ചാൽ ഫൈലത്തുൻ. അതുമാതിരി തന്നെ മഫൂലാത്തു എന്നുള്ളിടത്ത് രണ്ടാമത്തെ കളഞ്ഞാൽ മഊന്നാവും. അങ്ങനെ ലാത്തു എന്നുള്ള വാവിന് കളഞ്ഞാൽ മഊലാത്തു. അതിനോട് ചോദിച്ചാൽ ഫൈലാത്തു. അടുത്തത് ഹസ്ല്. അപ്പോൾ ഹസ്ല് എന്ന് പറഞ്ഞാൽ ഇൽമാറും അതേമാതിരി തന്നെ തൊയ്യും. അതായത് രണ്ടാമത്തേന് സുക്കൂനിടലും അതേമാതിരി തന്നെ നാലാമത്തേനെ കളയലും. അപ്പോൾ മുത്തഫായിലിനോടത്ത് രണ്ടാമത്തേന് സുക്കൂനിട്ട് മുത്തഫായിലുൻ, അലിഫിനെ കളഞ്ഞ മുത്തഫായിലും. അതിനോട് ചോദിച്ചത് മുഫ്തായിലും എന്നുള്ളതാണ്. അതുമാതിരി തന്നെ ഹബിന് രണ്ടാമത്തേനെ കളയുക, കഫ് പറഞ്ഞാൽ ഏഴാമത്തേനും കളയുക. അപ്പോൾ ഫായിലാത്ത് എന്നുള്ള രണ്ടാമത്തത് ഏഴും കളഞ്ഞാൽ ഫഇലാത്തു എന്നാകും. അത് ഉപയോഗിക്കുന്ന വസനാണ്. അതുപോലെ തന്നെ മുസ്തഫിൽ എന്നുള്ളിടത്ത് രണ്ടാമത്തെ സീനും കളഞ്ഞ അവസാനത്തെ നൂനും കളഞ്ഞാൽ എന്താകും മുഫ്തഇലു എന്നാകും. അതിനോട് ചോദിച്ചത് മഫാഇലു എന്നുള്ളതാണ്. അതുപോലെ തന്നെ അസ്ബും കഫും. അസ്ബ് എന്ന് പറഞ്ഞാൽ അഞ്ചാമത്തേനെ മുത്താരിക്കാവുമ്പോൾ സുക്കൂനിട്ട് കൊടുക്കലാണ്. അപ്പോൾ ഇവിടെ ലാമിന് മുത്താരിക്കാണ്, ഫാഅലത്ത് എന്നുള്ളിടത്തുള്ള ലാം മുത്താരിക്ക, അവിടെ അൽത്തു എന്നാക്കി. പിന്നെ കഫ് എന്ന് പറഞ്ഞാൽ ഏഴാമത്തേനെ കലഭയത്തിനോടെ കളഞ്ഞും ചെയ്ത്. അപ്പോൾ എന്നോട് ചോദിച്ച വസന് മഫാഇലു എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും സിഹാഫുകളാണ് ഉള്ളത്. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇല്ലത്തുകളെ കുറിച്ച് പറയാം. എന്താണ് ഇല്ലത്ത് എന്നുള്ളത്, എത്ര തരം ഇല്ലത്തുകൾ ഉണ്ട് എന്നുള്ളതും. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.